ഹായ് എവരിവൺ, നമ്മളിപ്പോൾ ആയിരിക്കുന്നത് നെയ്യാറ്റിൻകര രൂപതയിലെ തിരുക്കുടുംബ ദേവാലയം മൈലത്തിൽ സേവനമനുഷ്ഠിക്കുന്ന DSS സിസ്റ്റേഴ്സിന്റെ കോൺവെന്റിലാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആയിരിക്കുന്നത് DSS കോൺവെന്റിലെ മദറായ ജോയിറ്റ് സിസ്റ്ററിനെയാണ്. അപ്പോൾ മദറിൻ്റെ നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് അപ്പം ഉണ്ടാകുന്നതും അതിൻ്റെ കാര്യങ്ങൾ. സിസ്റ്റർ, എങ്ങനെയാണ് നമ്മൾ പെസഹ അപ്പം ഉണ്ടാക്കാൻ പോകുന്നത്? പെസഹ അപ്പം ഉണ്ടാക്കുന്നത് അരി ആദ്യം പൊടിക്കുക, അത് കഴിഞ്ഞ് ഉഴുന്നാട്ടി അരിയും ഉഴുന്നും പിന്നെ തേങ്ങ അരച്ച് ഒഴിക്കുക, പിന്നെ ജീരകം, ചെറിയ ഉള്ളി, വെളുത്തുള്ളി ഇത് മുഴുവൻ അരച്ചെടുത്തിട്ട് നന്നായി അരച്ചത് ഒന്നിച്ച് കൂട്ടി വെക്കുക. എന്നിട്ട് ഇത് കുഴയ്ക്കാനെടുക്കുക. അതിൻ്റെ കൂടെ ഉപ്പും കൂടെ ചേർക്കണം. പാകത്തിന് ഉപ്പും ചേർത്ത് കുഴച്ച് കഴിഞ്ഞ് നമ്മൾ നമ്മുടെ പാത്രത്തിൽ എടുത്ത് വെക്കുക. പാത്രത്തിൽ എടുത്ത് വെച്ചിട്ട് അടുപ്പയിൽ തീയോ അല്ലെങ്കിൽ ഗ്യാസിലോ ഏത് ഇത് വെച്ചാലും വെന്തോളും. അങ്ങനെ ഗ്യാസ് വെച്ച് ഒരു അരമണിക്കൂർ 3/4 മണിക്കൂർ കഴിയുമ്പം അത് പാകമായി കഴിയുമ്പോൾ നമ്മൾ നോക്കണം, അത് കുത്തി നോക്കണം അത് വെന്തോന്ന്. വെന്തില്ലെങ്കിൽ കുറച്ചും കൂടെ കഴിഞ്ഞ് അത് എടുത്ത് നമുക്ക് എടുക്കാൻ പറ്റും. അത് മുറിച്ച് നമ്മൾ ഭക്ഷിക്കുക. അപ്പോൾ നമുക്ക് പെസഹ അപ്പം ഉണ്ടാക്കാൻ പോയാലോ? നമുക്ക് ഈ പെസഹ അപ്പം ഉണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ്? അരിപ്പൊടി, തേങ്ങ, ഉഴുന്ന്, ജീരകം, വെളുത്തുള്ളി, ചുമന്നുള്ളി ഇതെല്ലാം കൂടെ മിക്സ് ചെയ്ത് അത് നമ്മൾ കുഴച്ച് അത് നമ്മളൊരു പാത്രത്തിലാക്കി അത് അടുപ്പിൽ വെക്കുന്നു. നമ്മൾ ഈ ഉള്ളിയും വെളുത്തുള്ളിയും ജീരകവും മാത്രമായിട്ട് അതിൽ പേസ്റ്റ് ആക്കും. അതെ, അത് കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ഉപ്പ് ഇടണം കേട്ടോ. ഉപ്പിട്ടില്ലെങ്കിൽ ശരിയാക്കില്ല. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെടണം. പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ നീ പറഞ്ഞു കഴിഞ്ഞു. കർത്താവിന്റെ സുവിശേഷം. പെസഹ അപ്പത്തിനുള്ള ഒരുക്കം ഞങ്ങൾ ആരംഭിക്കുകയാണ്. നമ്മള് പരമ്പരാഗത രീതിയിൽ വിറകെടുത്താണ് ഈ അപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ എന്താണ് അടുത്ത രീതി? പരമ്പരാഗതമായിട്ട് നമ്മൾ വിറകെടുപ്പിൽ വെക്കുന്നു. പക്ഷെ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ എല്ലാവരും ഗ്യാസിലാണ് വെക്കാറുള്ളത്. നമ്മൾ പരമ്പരാഗതമായി ഇപ്പം അടുപ്പിൽ തന്നെ വെക്കുന്നു. എന്നിട്ട് അതിന്റെ ബാക്കി നമ്മൾ എങ്ങനെയാണ് ചെയ്യാനുള്ള രീതികൾ നമ്മൾ അടുപ്പിൽ പാത്രം വെച്ചു. ഇഡ്ഡലി തട്ടാണ്, ഇഡ്ഡലി ചട്ടിയിലാണ് വെക്കുന്നെങ്കിൽ അത് വെച്ച് കഴിഞ്ഞിട്ട് വെള്ളം തിളച്ച് കഴിഞ്ഞ് ഈ മാവ് അങ്ങോട്ട് പാത്രത്തിൽ വെക്കും. പാത്രത്തിൽ വെച്ചിട്ട് വേവുന്നതനുസരിച്ച് നമ്മൾ നോക്കണം, വെന്തോ അല്ലെങ്കിൽ അത് എടുക്കാറായോ എന്നൊക്കെ നോക്കിയിട്ട് വെന്ത് കഴിഞ്ഞിട്ട് എടുക്കാൻ പറ്റുള്ളൂ. Thank you, sister.
എങ്ങനെയുണ്ട്?